ഹലോ, ഹായ്. നമുക്കിന്നൊരു അടിപൊളി ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? നാളെ പോയി വാങ്ങിയണ്ട ടേസ്റ്റി ആയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിൽ കേട്ടോ. നഞ്ഞ് തുടങ്ങിക്കോ. അപ്പോൾ നമ്മൾ ഞണ്ടൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ഉരുളി വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. ആ വെളിച്ചെണ്ണ പൊട്ടി വരുമ്പോൾ അതിലേക്ക് എന്തായാലും ഇടുന്നത് ഉലുവ. ആ ഉലുവ പൊട്ടി വരുമ്പോൾ ഭയങ്കര സ്മെല്ലാട്ടോ. ആ ഞണ്ട് കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര. എന്നിട്ട് ആ ഞണ്ട് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പിടണം കേട്ടോ. അതിൽ കാണിക്കാൻ മറന്നുപോയി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആ ഞണ്ടിൻ്റെ ഉലുവൻ്റെയും വെളിച്ചെണ്ണൻ്റെയും സ്മെല്ലുകൊണ്ട് അടുക്കള ചിന്തിക്കാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ അതിലേക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കിയെടുക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ അടിപൊളി സ്മെല്ലാട്ടോ വരുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമാണ് സ്മെൽ. ആ ഞണ്ടിൻ്റെ ഉലുവേൻ്റെയും കൂടി ഒരു മണം വരുന്നുണ്ടല്ലേ. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മളത് തുറന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ല തിളച്ച വെള്ളം. ചൂടല്ലാത്ത വെള്ളം ഒഴിക്കുമ്പോൾ ആ മസാലേൻ്റെ ടേസ്റ്റ് പോയി പോകും. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ വേവിക്കാം. അപ്പോൾ ഈ ഞണ്ട് വെന്തെന്ന് എങ്ങനെയാണ് അറിയാം? ഞണ്ട് വെന്തെന്നോ? ഞണ്ടിൻ്റെ കാലിനൊക്കെ ഒരു റെഡ് കളറായിട്ട് വരും. ആ ഞണ്ട് വെന്ത് വരുമ്പോൾ എനിക്കറിയില്ലല്ലോ. ഇല്ല നല്ലോണം കുക്കായി കഴിയുമ്പോൾ ഞണ്ടിൻ്റെ ഷെല്ലിൻ്റെ കളർ മൊത്തം മാറും. ഒരു റെഡ് കളർ വരും. നോക്കിക്കോ, റെഡ് കളറായതുണ്ടോ? അങ്ങനെയാണ്. വിവരം വേണം. അപ്പം എങ്ങനെയാണ് ഞണ്ട് വെന്ത് അടുക്കളയിൽ കയറണം. അതാ ഞണ്ടിൻ്റെ ഷെല്ലിൻ്റെ കളർ മാറിയാണ്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യല കേട്ടോ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. നല്ല ഇളക്ക് തന്നെ കുലുക്കിപ്പക്കത്തി നല്ല ഇളക്കലേട്ടാ. നല്ലോണം പോലെ ഇളകണം. വെള്ളം വറ്റി വന്നില്ല. വെള്ളം വറ്റി വന്നതിന് ശേഷമാണ് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഉള്ളത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്നുകൂടി ഇളക്കുക. എന്നിട്ട് നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചൊരു വലിയ സവാളല്ലേ, അതും അതിലേക്ക് ഇട്ടിട്ട് അത് ഒന്നുകൂടി വീണ്ടും ഇളക്കുക. അപ്പം ഇടയ്ക്കിടയ്ക്കൊന്ന് ഉപ്പ് നോക്കണം. കാരണം നമ്മൾ തുടക്കത്തിലിട്ടപ്പാണ് ഉപ്പ് കുറവായിരിക്കും. പിന്നെ ഉപ്പിട്ടില്ല. പിന്നെ ആ ഞണ്ടിന് ആവശ്യമുള്ള ഉപ്പല്ലേ ഇട്ടിട്ടുള്ളൂ. ശരി. അതിലേക്ക് ഇനി എന്തെല്ലാം സാധനം വരുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതും കൂടി ഇട്ട് എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കുക. ഞണ്ടിലെ വെള്ളവും ഈ ഉള്ളിയിലെ വെള്ളം എല്ലാം കൂടി വന്ന് അതൊന്നും കൂടി ഗ്രേവി തിക്കാവും. അപ്പോൾ വേറെ വെള്ളം വേണ്ടല്ലോ. ആദ്യം നമ്മളൊരു കപ്പ് വെള്ളം ഒഴിച്ചില്ലേ, ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഞണ്ടിന്ന് ഓൾറെഡി വെള്ളം വരും, ഉള്ളിൽ നിന്നും വരും. അപ്പോൾ ആ വെള്ളത്തിൽ അത് മിക്സ് ആയിക്കോളും. പിന്നെ നമ്മൾ തക്കാളി ഇടുമ്പോൾ തക്കാളിയിലെ വെള്ളവും കൂടി ഉണ്ടാവും. ഇളക്കുക. തക്കാളിയും കൂടി ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച വലിയ 2 തക്കാളി നൈസാക്കി അരിഞ്ഞ്. കാരണം ഒരു പുളിൻ്റെ ടേസ്റ്റ് വരണമെങ്കിൽ തക്കാളി ഇടണം. ആ തക്കാളിയും കൂടി ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ ആവിയിൽ തിങ്ങി നിന്നിട്ട് പെട്ടെന്ന് സെറ്റാവും അത്. ഇപ്പോൾ ഒക്കെ നല്ല സ്മെല്ലില്ലേ? നല്ല സ്മെല്ലാണ്. ആ മൂടി തുറക്കുമ്പോഴൊരു മണം. ഈ ആവി ഇങ്ങനെ പാറുമ്പോൾ തക്കാളി. ഇനി ഇതും ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി എരുണ്ടോ നോക്കണം. കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, വേണ്ടാത്തോലും ഇടണ്ട. എന്നിട്ട് മല്ലിയില, കറിവേപ്പില, പുതിനൻ്റെ ഇല 3 കൂടി അരിഞ്ഞിട്ട് അതും അതിൻ്റെ മുകളിൽ ഇത്തിരി തൂവി കൊടുക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണ. അതിനിത് വെന്ത് വരുമ്പോഴത്തേക്ക് അമ്മായി ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ ഇളക്കാൻ പാടില്ല കേട്ടോ. വെളിച്ചെണ്ണ ഇത് ഒഴിച്ചതിന് ശേഷം ഒരു ഹായ് പറഞ്ഞു നോക്ക്. തിന്നാൻ നേരം കയറി വരുന്നല്ലേ. ഹായ് പറയടി. ഹായ്. ഞാൻ പല ബുദ്ധിമുട്ടുകൾ കാരണം എപ്പോഴാണ് കയറി വന്നത്. പ്രാരാബ്ദം കൂടുതലാണ്. നമ്മുടെ അടിപൊളി സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഞണ്ട് റോസ്റ്റ് തയ്യാറായിട്ട് ഇത് കഴിക്കാനും അഭിപ്രായം പറയാനും അമ്മായി ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ. 2 അമ്മായിമാരെ കൂടെ ഞാനും ഇത് കഴിക്കുന്നു. ഓക്കെ, ബൈ.